അതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിന്റെ ഒരു സൈഡിൽ വെളുത്ത ഷർട്ടിട്ട് വെളുത്ത മുണ്ടിട്ട് നിൽക്കുന്ന ആളെ കാണാം. അദ്ദേഹത്തിന്റെ പേര് ശ്രീ എം വി ഗോവിന്ദൻ എന്നാണ്. അവിടെ ആരെയൊക്കെ കാണാം? ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിയുണ്ട്, ശ്രീ മുഹമ്മദ് റിയാസ് ഉണ്ട്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ പേര് കെ രാഗേഷ് എന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ ശ്രീ മുഹമ്മദ് റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ പോസ്റ്ററാണ്. ഔദ്യോഗികമായിട്ട് ഇറക്കിയിരിക്കുന്ന സാധനമാണ്. ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരെ എല്ലാം നമുക്കറിയാം. അപ്പൊ ഞങ്ങളുടെ ആളാണോ എങ്കിൽ ഞങ്ങൾ ആ കാര്യം ചെയ്യും. അല്ലാത്ത കാര്യമാണോ ഞങ്ങൾ അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കും. ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതിന്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. അപ്പൊ പിന്നെ പൊതുമരാമത്ത് വകുപ്പിന് ഒരു പങ്കാളിത്തവും ഇല്ല എങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രതിനിധി എവിടെ ഉണ്ടായിരിക്കണം എന്ന് പിന്നീട് ശഠിക്കുന്നത് എന്തിനാണ്? ക്രെഡിറ്റ് അവകാശപ്പെട്ട് സംസ്ഥാന സർക്കാർ പലയിടത്തും ഫ്ലക്സ് വെച്ചു. മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഫ്ലക്സ് പൂർത്തിയായ ദേശീയപാതയുടെ പല ഭാഗങ്ങളിലും ഉയർന്നു. തൊട്ടു പിന്നാലെയാണ് ചിലയിടങ്ങളിൽ ദേശീയപാത തകർന്നു വീണത്. അപ്പോഴേക്കും ആ ഫ്ലക്സ് വെച്ചവർ തന്നെ അപ്രത്യക്ഷരായി. ഇങ്ങനൊന്നും ചെയ്യില്ല, അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ലെന്നാണ് പിന്നീട് പറഞ്ഞത്. ഇപ്പോൾ പൂർത്തിയായ ചില ഭാഗങ്ങൾ, 6 വരിപ്പാത, 2 ഇടങ്ങളിൽ പൂർത്തിയായ റീച്ചുകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ വീണ്ടും തർക്കമാണ്. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആദ്യം മുതൽ അവസാനം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെട്ടു, പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടു, എല്ലാ വകുപ്പുകളും ഇടപെട്ടു. എല്ലാ 2 ആഴ്ചയിൽ റിവ്യൂ എടുത്തുന്നു, ഇടപെടുന്നു. എവിടെയാണോ എന്താണോ പ്രശ്നം, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ദേശീയപാതയുടെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞു വീണപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2025 മെയ് 22 പറഞ്ഞു എന്ന് കേൾക്കാം. എന്താ ഉറക്കം വരുന്നു? നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അത് എന്തോ LDF പഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലര് രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട്. അതിന്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതിന്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. ശ്രീ പിണറായി വിജയൻ നേരത്തെ ഇവിടെ ഒരു ബൈറ്റ് കാണിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു എന്താ? ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ മുതൽ ക്ഷ വരെ നിർവഹിക്കുന്നത് ദേശീയപാത വികസന അതോറിറ്റിയാണ്. അതിൽ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും പൊതുമരാമത്ത് വകുപ്പിനോ സർക്കാരിനോ ഇല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ പൊതുമരാമത്ത് വകുപ്പിന് ഒരു പങ്കാളിത്തവും ഇല്ല എങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രതിനിധി എവിടെ ഉണ്ടായിരിക്കണം എന്ന് പിന്നീട് ശഠിക്കുന്നത് എന്തിനാണ്? പദ്ധതിയുടെ നിർമ്മാണ ചെലവ് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരാണ്. പക്ഷെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 4/1 പണം, അതാണ് ഈ പറയുന്ന 5600 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പൊതുമരാമത്ത് വകുപ്പ് കൊടുത്തിരിക്കുന്നതാണോ? അത് കിഫ്ബി കൊടുത്തിരിക്കുന്നതാണ്. അത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമുള്ള സംസ്ഥാനത്തിന്റെ തലപ്പത്തുള്ളയാൾ, കിഫ്ബിയുടെ തലപ്പത്തുള്ളയാൾ, അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അദ്ദേഹം തന്നെ പറയുന്നു ഇതിൽ പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ച് ഒരു പരിപാടിയും ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ മന്ത്രിയെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. ഇതിന്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വകുപ്പ് മന്ത്രിയെ അറിയിക്കാതെ അതിൽ പങ്കെടുക്കുന്നത് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരനെ ഏത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അതിൽ പങ്കെടുപ്പിക്കുന്നത്? BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടിവരേണ്ട ആളാണോ? കേരളത്തിന്റെ അവകാശമാണ് ഇത്തരം ഉദ്ഘാടന പരിപാടിയിൽ ബന്ധപ്പെട്ടവർ പങ്കെടുക്കുക. അപ്പൊ എന്തിനു ഒഴിവാക്കി? BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ അതിന്റെ പരിപാടി വിളിച്ചു. ഇത് ജനാധിപത്യത്തിൽ ഗുണകരാണോ? അപ്പൊ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു ഫാസിസ്റ്റ് പ്രവണത ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക. ഗോവിന്ദ, എന്തോ എന്റെ സമയം മെനക്കെടുത്താ പോവാൻ നോക്കുന്നുണ്ടോ? പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഏത് ചടങ്ങുകളുമായി ബന്ധപ്പെട്ടത് ഏത് ഡിപ്പാർട്ട്മെന്റാണ് നടത്തുന്നതെങ്കിലും PMO ആണ് അതിൽ വേദിയിൽ ആരൊക്കെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കണമെങ്കിൽ അത് PMOയുടെ തീരുമാനമാണ്. അത് ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. വേണമെങ്കിൽ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ രാഷ്ട്രീയമായിട്ട് അതിനെ എതിർക്കാം. അതായത് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ, അദ്ദേഹം മറ്റ് ചുമതലകളൊന്നും നിലവിൽ വഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ ഇത്തരം പരിപാടികൾ ചെയ്യാതിരിക്കണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇപ്പൊ ഈ ഒരു ചിത്രം നോക്കിക്കോളൂ. ഈ ചിത്രം കണ്ടില്ലേ? ഇത് മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ടൂറിസം പ്രോജക്റ്റാണ്. ശ്രീ മുഹമ്മദ് റിയാസിന്റെ വകുപ്പാണ്. ബീച്ച് ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം നടന്നിരിക്കുന്ന സംഭവമാണ്. മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ടൂറിസം പ്രോജക്റ്റ്.
അവിടെ ആരെയൊക്കെ കാണാം? ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിയുണ്ട്, ശ്രീ മുഹമ്മദ് റിയാസ് ഉണ്ട്, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ പേര് കെ രാഗേഷ് എന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പ് നടത്തുന്ന പരിപാടിയിൽ കെ രാഗേഷ് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. കെ രാഗേഷ് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയോ മറ്റോ ആണ്. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പദവി ആ സമയത്തുണ്ടോ? ഇല്ല. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ആ ചടങ്ങിൽ വന്നിരിക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ പറയണം ഞങ്ങൾ അങ്ങനെ വിളിക്കാറില്ല എന്ന്. അന്നത് വിവാദമായപ്പോൾ ശ്രീ EP ജയരാജൻ അടക്കമുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായതിനെ ന്യായീകരിച്ചതാണ്. വേറൊന്ന് നോക്കൂ, ഇത് സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ ഒരു ചടങ്ങാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്ന നടൻ ശ്രീ മോഹൻലാലിനെ ആദരിക്കാൻ ഏതാണ്ട് 3 കോടിയോളം രൂപ മുടക്കിയിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വകുപ്പ് നടത്തിയിരിക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ ആദരിക്കാനായിട്ട് നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. പിന്നീട് മറ്റുള്ള ക്ഷണിക്കപ്പെട്ട പ്രോട്ടോകോൾ അനുസരിച്ച് വരേണ്ടുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അതിന്റെ ഒരു സൈഡിൽ വെളുത്ത ഷർട്ട് ഇട്ട് വെളുത്ത മുണ്ടിട്ട് നിൽക്കുന്ന ആളെ കാണാം. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാ വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അതിന്റെ ബാക്കിൽ മോഹൻലാലിന്റെ ഒരു ചിത്രമുണ്ട്. അതിന്റെ നേരെ താഴെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹായ്, നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ് കാണും, പരിചയം കാണും. അദ്ദേഹത്തിന്റെ പേര് ശ്രീ MV ഗോവിന്ദൻ എന്നാണ്. ശ്രീ MV ഗോവിന്ദൻ എന്തിന്റെ പേരില? തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു MLA ആയതിന്റെ പേരിലാണോ പ്രോട്ടോകോൾ വന്നിരിക്കുന്നത്? അതോ ശ്രീ MV ഗോവിന്ദനെ അവിടെ വിളിച്ചിരിക്കുന്ന സമയത്ത് മറ്റു പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ എല്ലാം വിളിച്ചത് കൊണ്ടാണോ? ഒന്നുമല്ല, സർക്കാരിന്റെ പരിപാടിയാണ്. മലയാളം വാനോളം ലാൽസലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു ഫാസിസ്റ്റ് പ്രവണത ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക. ഇത് വേറെ ഒന്ന് നോക്കിക്കോളൂ. ഇത് തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന്റെ ഉദ്ഘാടനമാണ്. ആള് പോയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ശ്രീ മുഹമ്മദ് റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ പോസ്റ്ററാണ്. ഔദ്യോഗികമായിട്ട് ഇറക്കിയിരിക്കുന്ന സാധനമാണ്. ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരെല്ലാം നമുക്കറിയാം. മുഖ്യമന്ത്രിയുണ്ട്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, സ്ഥല MLA ഉണ്ട്, MP ഉണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളില്ല. അതിൽ ശ്രീ G സുധാകരൻ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇത് വരുന്ന സമയത്ത് ശ്രീ G സുധാകരൻ ആരാ? ശ്രീ G സുധാകരൻ അന്നേരം ഒരു MLA അല്ല. ശ്രീ G സുധാകരൻ പാർട്ടിയുടെ ആൾ മാത്രം, അതും പാർട്ടിയുടെ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് കുറ്റം പറയുന്ന ആൾക്കാർക്ക് കുറ്റമാണ് എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നതും MV ഗോവിന്ദൻ ഇരിക്കുന്നതും കെ രാഗേഷ് ഇരിക്കുന്നതും G സുധാകരൻ ഇരിക്കുന്നതും ഒരേപോലെ തെറ്റാണ്. ഈ 3 സംഭവത്തിനെ ന്യായീകരിക്കുന്ന, കമന്ന് കടന്ന് ന്യായീകരിക്കുന്ന ആൾക്കാർ രാജീവ് ചന്ദ്രശേഖരനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നത് എന്തിന്? അത് എന്ത് തരത്തിലുള്ള ന്യായമാണ്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നടക്കുന്നത് മുഴുവൻ പൊളിറ്റിക്കൽ സർക്കസ് ആണ്. ഇത് രാഷ്ട്രീയം മാത്രമാണ്, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവുമില്ല. അപ്പൊ ഞങ്ങളുടെ ആളാണോ എങ്കിൽ ഞങ്ങൾ ആ കാര്യം ചെയ്യും, അല്ലാത്ത കാര്യമാണോ ഞങ്ങൾ അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കും. ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അപ്പൊ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു ഫാസിസ്റ്റ് പ്രവണത ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക.